തുടക്കം കണ്ടു. ഇതൊരു ബിലോ ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊരു കുറഞ്ഞ ടൈം ഫ്രെയിമിൽ നടക്കുന്ന ഒരു ത്രില്ലറായിട്ട് എടുത്തിരുന്നെങ്കിൽ കുറേം കൂടെ നന്നായേനെ. ഈ സിനിമയുടെ ബിഗിനിങ് മാത്രം നല്ല രസമുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് സിനിമ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ലാഗാണ്. ഞാൻ വിചാരിച്ചു ഇത് പെട്ടെന്നങ്ങ് കഥയിലേക്ക് കടന്നല്ലോ, ഇനിയിപ്പോൾ നല്ല ത്രില്ലിംഗ് ആയിട്ട് പോകുന്നു വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ലാഗ്. ഈ സിനിമ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണരുത്. ഈ പെണ്ണിനെ ആദ്യം കാണാനില്ല, ആദ്യം തന്നെ പെണ്ണിനെ കാണുന്നില്ല, അച്ഛൻ അന്വേഷിക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ ഇന്റർവെൽ ആകുമ്പോഴത്തേക്കും പെണ്ണ് തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ വലിയ രസമില്ല. ആ ഒരു ഫൈറ്റ് മാത്രം, ആ പെണ്ണ് പെട്ടെന്ന് ഇങ്ങനെ ഇടിക്കുന്നു, അപ്പൊ ഇത് കരാട്ടക്കാരിയാണല്ലേ എന്ന് തോന്നുന്ന ഒരു മൊമെന്റ് മാത്രം കൊള്ളാം. പിന്നെ അങ്ങോട്ടേക്ക് കുറെ നാട്ടുകാരുടെ കുശുമ്പ് പറച്ചില്, അച്ഛനായിട്ട് വരുന്ന സായികുമാറിന് സ്ഥലം മാറ്റം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കാണിച്ച് നല്ല എഴച്ചിലായിരുന്നു. അതിന് പകരം തുടക്കം തന്നെ വിസ്മയെ കാണുന്നില്ല, വിസ്മയ ആരോ തട്ടിക്കൊണ്ടുപോയി. അപ്പൊ പിന്നെ അച്ഛൻ അന്വേഷിക്കുന്നു. അത് അവസാനം വരെ ഈ ഒരു സൈക്കോ വില്ലൻ അവളെ തട്ടിക്കൊണ്ടുപോയി, എങ്ങോട്ടോ കൊണ്ടുപോയി, അവൻ അവളെ കൂട്ടിക്കൊണ്ട് ഏതൊക്കെയോ സ്ഥലത്തേക്ക് പോകുന്നു. ഫുൾ ഒരു മിസ്റ്ററി അങ്ങനെ പോകുമായിരുന്നെങ്കിൽ ഈ സിനിമ കുറേ കൂടെ നല്ല രസമാണ്. ആ ഒരു വില്ലനും കുറച്ചും കൂടെ നന്നായേനെ. ആ വില്ലൻ ഒരു തനി ഫുൾ സൈക്കോ എന്നുള്ള രീതിയിലേക്ക് ആക്കിയിരുന്നെങ്കിൽ കുറേ കൂടെ നന്നായേനെ. ഈ വില്ലൻ ഒരു വാടക കൊലയാളിയാണ്, അയാൾ വിളിച്ചിട്ടാണ് ഇയാൾ വന്നേ എന്നുള്ളതൊക്കെ അതൊരു രസമായിട്ട് തോന്നിയില്ല. ആ രീതിയിൽ പോകുമായിരുന്നെങ്കിൽ ഈ സിനിമ കുറേ കൂടെ മെച്ചപ്പെട്ടേനെ. ഫസ്റ്റ് ഹാഫ് മാത്രം ശരിക്കും കൊള്ളാം. അത് കഴിഞ്ഞ് പിന്നെ മോഹൻലാലിനെ കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് സീൻ, മോഹൻലാൽ എന്നിട്ടൊരു അടിയൊക്കെ വെറുതെ അങ്ങ് ഉണ്ടാക്കുന്ന ഒരു അടി നമുക്കറിയാം. അപ്പൊ മോഹൻലാൽ വരും, ഇനി ഒരു അടി വരും എന്നൊക്കെ നമുക്കറിയാം, കാണുന്നവർക്ക് അറിയാം. വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് റോള് അതൊക്കെ ഒഴിവാക്കി വളരെ ടൈറ്റ് ആയിട്ട് ഒറ്റ രാത്രി കൊണ്ട് നടക്കുന്ന ഒരു കഥ. മോളെ കാണുന്നില്ല, ആരോ തട്ടിക്കൊണ്ടുപോയി, ആരാണെന്ന് അറിയില്ല, അയാൾ കംപ്ലീറ്റ് സൈക്കോ, വാടക കൊലയാളിയൊന്നുമല്ല, അവൻ എവിടെന്നോ ആരോ കൊന്നിട്ട് രക്ഷപ്പെട്ടു വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു പെണ്ണിനെ കണ്ടു, പിന്നെ അവളുടെ പുറകെയായി അവളെ ഉപദ്രവിക്കാൻ നോക്കുന്നു. ആ രീതിയിൽ എടുത്തിരുന്നെങ്കിൽ ഇത് കുറേ കൂടെ ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള പടമായിട്ട് തോന്നിയേനെ. ഇതിപ്പോൾ കുറേ ക്ലീഷ ആയിട്ടുള്ള സംഗതി എനിക്കൊരു ബിലോ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. വലിയ ഗുണമുള്ള സിനിമയായിട്ട് തോന്നിയില്ല. വിസ്മയുടെ അഭിനയമൊക്കെ ബിലോ ആവറേജ് അഭിനയം. ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ പിന്നെയും ഭേദമായിരുന്നു. ബാക്കിയുള്ളവരുടെ അഭിനയമൊക്കെ ജസ്റ്റ് കുഴപ്പമില്ല. സായികുമാർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബാക്കി ആ ഒരു വില്ലനായിട്ട് വരുന്ന ഒരാൾ, അയാളും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വിസ്മയ ശരിക്കും പോരാ, ഒരു ബിലോ ആവറേജ് അഭിനയമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത്ര കംപ്ലീറ്റ് ബോറാക്കിയില്ല. പിന്നെ ഒരാവശ്യമില്ലാതെ ആന്റണി പെരുമ്പാവൂരിന്റെ ഗസ്റ്റ് റോളൊക്കെ. നിങ്ങൾ തുടക്കം കണ്ടിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ഈ സിനിമ? കമന്റിൽ പറയൂ.